EMS നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തികൾ ഒരു രാജ്യത്ത് നേതാക്കളായി മാറുന്നത് ആ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നത് കൊണ്ടാണ്. അതിൽ നിന്ന് മാറിയാൽ ഒരു നീതികേടുണ്ടായി എന്ന് ജനത്തിന് തോന്നിയാൽ ജനം അതിന് മറുപടി നൽകും എന്ന EMSൻ്റെ ഒരു പ്രസ്താവന, EMSൻ്റെ ആ ഒരു പ്രസംഗം വളരെ പ്രസക്തമാണ് ഇന്നത്തെ ഈ ഒരു തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെയോ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെയോ ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ അപ്പോഴും ചില പോരായ്മകളും ചില പ്രശ്നങ്ങളും പാർട്ടിയുടെ ഭാഗത്ത്, CPMൻ്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക. പ്രധാനമായും പാർട്ടി പ്രവർത്തകർക്കും ഞാൻ വിലയിരുത്തുന്നത് ഈ പരാജയം എന്ന് പറയുന്നത് ഇടതുപക്ഷം തന്നെ ഇടതുപക്ഷ സർക്കാരിനെ പരാജയപ്പെടുത്തി എന്നുള്ള നിലയിലാണ്. കാരണം ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത് ഇടതുപക്ഷത്ത് നിന്നാണ്, ഇടതുപക്ഷത്തിൻ്റെ കോർ വോട്ടുകളിൽ നിന്നാണ്. അതാണ് നമ്മൾ കണ്ണൂരിലും കാസർഗോട്ടും പാലക്കാട്ടും ഒക്കെ തന്നെ കാണുന്നത്. നമ്മൾ ഉരുക്കുകോട്ട, CPMൻ്റെ ഉരുക്കുകോട്ട എന്ന് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും വലിയ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായി എന്നത് ഗൗരവമുള്ള വിഷയമാണ് CPMനെ സംബന്ധിച്ചിടത്തോളം. CPMൻ്റെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങളിലൊക്കെ തന്നെ അത് ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമുക്ക് ഇവിടെ നേതൃത്വത്തിൽ, പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്കും പാർട്ടി അണികൾക്കും പാർട്ടി കേഡർമാർക്കും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഒരു ജനവികാരം ഉണ്ടായിരുന്നു. ആ ജനവികാരം പാർട്ടി അറിയാതെ പോയി, അല്ലെങ്കിൽ പാർട്ടി അങ്ങനെ വിലയിരുത്തിയില്ല എന്ന രണ്ടാമത്തെ സാഹചര്യം. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് പാർട്ടിയുടെ CPIMൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ വെള്ളം ചേർത്തു എന്നുള്ള തരത്തിലുള്ള പ്രചാരണം CPMനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയപ്പോൾ അത് വിജയിച്ചു എന്ന മൂന്നാമത്തെ സാഹചര്യം. ഇതിൽ നമുക്കറിയാലോ, പാർട്ടി നേതൃത്വത്തിനെതിരെ പാർട്ടിക്കകത്തു നിന്ന് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ അത് ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ചത് കണ്ണൂരിലാണ്. പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയം. അവിടെ TK ഗോവിന്ദൻ വിജയിച്ചിരിക്കുന്നത് 20,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അത് വലിയ പ്രഹരമാണ് CPMനെ സംബന്ധിച്ചുണ്ടാക്കിയിരിക്കുന്നത്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ വിജയിച്ചിരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിലാണ്. അവിടെയും അത് പാർട്ടിക്ക് വലിയ സന്ദേശം തന്നെയാണ്. മാത്രമല്ല CPMൻ്റെ ഉരുക്കുകോട്ടകളായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പല മണ്ഡലങ്ങളിലും CPMൻ്റെ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട്, അവിടെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ CPMനുള്ളൊരു വലിയ സന്ദേശമായി മാറാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ അമ്പലപ്പുഴയിൽ G സുധാകരൻ്റെ വിജയം എന്ന് പറയുന്നത്, അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ CPM നേതൃത്വം പരാജയപ്പെട്ടു എന്ന് നമുക്കിവിടെ വിലയിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ഗൗരവമായി പാർട്ടി പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയായിരിക്കും, അത് പരിഹരിക്കേണ്ട വിഷയം തന്നെയായിരിക്കും.